ഹലോ, വെൽക്കം മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് വേ ഓഫ് മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സുമേഷ് ചേട്ടൻ രാവിലെ പോകുന്നവരെയുള്ള വീഡിയോ എടുത്തതിന് ശേഷം ഇതിപ്പോൾ സുമേഷ് ചേട്ടൻ പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വീഡിയോ എടുക്കുന്നത്. അത് വന്നിട്ട് മഴയല്ലേ, അപ്പോൾ വണ്ടിയൊക്കെ നനയില്ലേ, പോർച്ചും കാര്യങ്ങളൊന്നും ആക്കാത്തത് കാരണം പിന്നെ ഷീറ്റും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ല. അതുകൊണ്ട് വണ്ടി പുറത്ത് വെക്കുന്നത് പൊത്തി അങ്ങ് കെട്ടി വെക്കും. പിന്നെ നനയണ്ടെന്ന് വെച്ചിട്ട് പാറക്കുട്ടി കാത്ത് നിൽക്കുന്നതിനും അച്ഛൻ വരുന്നേയും കാത്തിട്ട് ഓക്കെന്തെല്ലോ വേണമെന്നെല്ലാം പറഞ്ഞിനി. അപ്പോൾ അച്ഛൻ വന്നേയും കാത്ത് നിന്നത് മൂപ്പറ്. അച്ഛൻ വന്നപ്പം പിന്നെ അച്ഛൻ്റെ വാല് പോലെ നടക്കും. അച്ഛൻ്റെ ഹെൽമെറ്റ് വാങ്ങലും വെക്കലും. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഈവനിങ് വ്ളോഗും ചെയ്യാം, പിന്നെ ഓരോ മടി, നല്ല അസൽ മടിച്ചാ. അതുകൊണ്ട് പിന്നെ അതവിടെ നിർത്തിയിട്ട് എന്തെല്ലോ സാധനം ഓർക്ക് വേണ്ടതൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. മൂപ്പർ വന്ന ക്ഷീണത്തിലകത്ത് പോയി കിടന്നതാണേ. അപ്പോൾ ഇതാ പാറുക്കുട്ടി വയ്യാല നടക്കുന്നുണ്ട്, അച്ഛൻ്റെ വയ്യാല നടക്കുന്നുണ്ട്. ഞാൻ ചായേൻ്റെ തിരക്കിലായിപ്പോയി. ഞാൻ ചായ വെക്കലും പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ആക്കണ്ടേ. കാര്യമായിട്ട് ഇന്നൊന്നും ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് രാവിലത്തെ വെള്ളിയപ്പത്തിൻ്റെ കൂട്ട് കുറച്ച് ബാക്കി വന്നിരുന്നു. അപ്പം ഞാൻ വെച്ച് ബാക്കിയുള്ളത് വെറുതെ ചുട്ടിട്ടിട്ട് അന്നേരം തന്നെ ഇതാക്കണ്ട വെച്ചിട്ട് വൈകുന്നേരം അപ്പാടെ തന്നെ കുറച്ച് ചൂടോടെ അപ്പം ചൂടാന്ന് വെച്ചാൽ അത് സുമേഷ് ചേട്ടൻ വന്നതിന് ശേഷം ഒഴിച്ച പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന അപ്പം ഇത് കാരണം ഞാൻ അന്നേരം തന്നെ ഓറ് വന്ന പാട് 2 മിനിറ്റ് ഓറ് മാറ്റി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തേക്ക് കാപ്പി അപ്പോൾ റെഡിയാക്കി കൊടുത്ത്. അപ്പോൾ ആ സമയത്ത് പാറുക്കുട്ടി അച്ഛൻ്റെ വാല് പോലെ നടക്കുന്നുണ്ട്. അച്ഛൻ്റെ ഉക്കത്ത് തന്നെ. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് 2 കുസൃതി കാണിക്കാൻ വെച്ചിട്ട് ഞാൻ ഓരോ അടുത്ത് പോയിട്ട് മെല്ലനെ ചോദിച്ചതാ, പാറുവിന് ആരെയാ ഇഷ്ടം നോയിക്കോളെ, ആരെയാ പറയുള്ളൂ. ഇതാണ് പാറുക്കുട്ടീൻ്റെ അച്ഛനെയാണ് ഇഷ്ടം. അതാണ് പാറുക്കുട്ടി. അവൾക്ക് പകലെല്ലാം അന്ന വേണമെന്നുള്ളൂ, രാത്രിയേലും അച്ഛൻ്റെ വയ്യാല നടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അധികം ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആക്കാനൊന്നും നിന്നില്ല. കുറച്ച് തേങ്ങ രാവി തേങ്ങാപ്പാലും എടുത്ത് ഒരു പ്ലേറ്റിൽ തന്നെ ഒരു 5-8 അപ്പം ആടെ ഇട്ട് വെച്ച് അതിൽ ഒരുമിച്ച് തന്നെ പാലും പഞ്ചസാരയും ഇട്ട് കൊടുത്ത്. അതിന് ശേഷം ഞാൻ സുമേഷ് ചേട്ടനെ ഒരു ചെറിയൊരു പരീക്ഷണം നടത്താൻ വിളിക്കുന്ന. ഞാൻ അവരോടും മോളോടും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പരീക്ഷണത്തിന് പോവുക. ഇതിപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുന്ന പരീക്ഷണമാണ്. അപ്പം എല്ലാവരും ചെയ്തപ്പോൾ നമ്മളൊന്ന് ചെയ്താളിയാന്ന് കരുതി. അങ്ങനെ ഇന്നത്തെ പരീക്ഷണം ചെറുതായിട്ട് തുടങ്ങുകയാണ്. ഫുൾ ഡാർക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടൊക്കെ കെടുത്തി ഞങ്ങൾ പരീക്ഷണത്തിനായിട്ട് പോവുകയാണ്. ഒന്നുമില്ല, പിന്നെ ഫോണിൻ്റെ വെളിച്ചെടുത്ത് അടിയിൽ വെച്ച് അതിൻ്റെ മേലൊരു സോഡ ഗ്ലാസ്സോ എന്തേലും വെച്ചാൽ മതി. കുപ്പീൻ്റെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് അതിൻ്റെ മുകളിൽ വളരെ ലൈറ്റായിട്ട് മഞ്ഞൾ പൊടി തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചത്തിൽ ആ മഞ്ഞൾ പൊടിയിലേക്കുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഭാഗം അത്ര തന്നെ. അത് ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിട്ടാണ് കണ്ടത്. അപ്പം നമ്മളും അതൊന്ന് പരീക്ഷിക്കാമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും മറക്കരുത്. അപ്പോൾ നമ്മുടെ പരീക്ഷണത്തിൽ ഇങ്ങനെ ചുമ്മാ നമ്മൾ വെറുതെ ഒരു ജോക്കൊക്കെ ചെയ്തു. വൈകുന്നേരത്തെ ഹാപ്പി ഈവനിങ് അല്ലേ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടത്തേക്ക്, അടുത്ത വീഡിയോ കാണുന്നവരേക്കും നമുക്ക് ബൈ ബൈ, ടാറ്റാ.